ഇടത് കോട്ടകൾ പിളർന്ന് UDF 102 സീറ്റുമായി അധികാരത്തിലെത്തിയ ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വൈകിയതോടെ ചില്ലറ പരിഹാസമൊന്നുമല്ല ഐക്യജനാധിപത്യ മുന്നണിക്ക് നേരിടേണ്ടി വന്നത്. രാഷ്ട്രീയ വിമർശനങ്ങളും പരിഹാസവുമായി ഇടത് സൈബർ ഹാൻഡിലുകൾ നിറഞ്ഞാടുന്നത് കണ്ടു. അത്രമേൽ വലിയ പ്രശ്നമില്ലെങ്കിലും ഇടതു മുന്നണിയും ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. പ്രതിപക്ഷ ഉപനേതൃപദവി പിണറായി വിജയന്റെ തൊട്ടിപ്പുറത്തെ സീറ്റ് തങ്ങൾക്ക് വേണമെന്ന വാശിയിലാണ് CPI നേതൃത്വം. CPIയുടെ ആവശ്യം യാഥാർത്ഥ്യബോധ്യം ഇല്ലാത്തതാണെന്നും അതുകൊണ്ട് അംഗീകരിക്കേണ്ട എന്നുമാണ് CPMന്റെ നിലപാട്. ഇത് മനസ്സിലായതോടെയാണ് ബിനോയ് വിശ്വം MV ഗോവിന്ദന് ഒരു കത്തയച്ചത്. തങ്ങൾക്ക് ആ പദവി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. VS പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണനാണ് ഉപനേതാവ് പദവി വഹിച്ചിരുന്നത്. എന്നാൽ ആ കീഴ്വഴക്കം ഇത്തവണ വേണ്ടതില്ലെന്ന വാശിയിലാണ് CPI. കിട്ടിയേ പറ്റൂ എന്ന് ഇന്ന് നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ CPIയും തരില്ലെന്ന് CPMും പറഞ്ഞു കഴിഞ്ഞു. വല്യേട്ടന്റെ പിടിവാശിക്ക് മുന്നിൽ വഴങ്ങുമോ CPI? അതോ വല്യേട്ടൻ ഇത്തവണത്തേക്ക് തോറ്റുകൊടുക്കുമോ? നമുക്ക് നോക്കാം. സാജു, എങ്ങനെയാണ് ഈ CPIയുടെ ഈ ആവശ്യത്തെ ഇനിയിപ്പോൾ CPM പരിഗണിക്കാൻ പോകുന്നത്? ഏറ്റവും ഒടുവിൽ വഴങ്ങേണ്ടി വരുമോ CPMന്? ഇതിനകത്ത് ഇതൊരു കസേര കളിയാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ഭരണഘടനാപരമായ പദവിയൊന്നുമല്ല പ്രതിപക്ഷ നേതാവ് എന്നുള്ളത്. അവിടെ എന്തെങ്കിലും കാറോ പത്രാസോ ഒന്നും കിട്ടാനുമില്ല. പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം CPI അവർക്ക് മുന്നോട്ട് വെക്കാൻ ഒരു നേതാവുണ്ട് ഈ വിഷയത്തിൽ സഭയിൽ എന്നുള്ളതാണ്. കരുത്തനായ മുൻ റവന്യൂ മന്ത്രിയായിരുന്ന K രാജന് വേണ്ടിയാണ് CPI ഈ കടുംപിടുത്തം പിടിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് CPMനെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളുണ്ട്. കാരണം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്, അത് കഴിഞ്ഞാൽ ഇപ്പോൾ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ KN ബാലഗോപാലാണ് രണ്ടാമത്തെ സീറ്റിലിരിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് എന്ന പദവി CPIക്ക് കൊടുത്താൽ അവിടെ CPI വരും, CPIയുടെ രാജൻ വരുന്നു. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മറ്റ് LDFലെ തന്നെ ഘടകകക്ഷികൾ ഉണ്ടെങ്കിൽ ആ ഘടകകക്ഷികളുടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് BJPയും കഴിഞ്ഞ് പിന്നെ CPMന്റെ വരും. അതായത് ഏതാണ്ട് പിണറായി വിജയന്റെ പുറകിലത്തെ സീറ്റിലേക്ക് KN ബാലഗോപാൽ പോകും. അത് CPM ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നില്ല. കാരണം പിണറായി വിജയനോടൊപ്പം തന്നെ ഈ സഭയിൽ മുന്നോട്ട് വെച്ച് ഈ സഭയിൽ പ്രതിപക്ഷത്തെ നയിക്കാനായി CPM ആഗ്രഹിക്കുന്നവരിൽ ഒരാൾ KN ബാലഗോപാൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഇപ്പം നിയമസഭാ സമ്മേളനം തുടങ്ങി, പ്രതിപക്ഷത്തിൻ്റെ തന്ത്രങ്ങൾ മെനയുന്നത്, ആ ഫ്ലോർ മാനേജ്മെൻറ്റ് എന്ന രീതിയുണ്ട്. അത് തീരുമാനിക്കപ്പെടുന്നത് രാവിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ഒരു ഹാള് പോലെ ഉണ്ട്. ആ ഹാളിൽ പ്രതിപക്ഷത്തെ MLAമാരെല്ലാം കൂടി ഇരിക്കും, നിയമസഭാ കക്ഷി യോഗം ചേരും. അവിടെ വെച്ചാണ് ഇന്ന് എന്ത് ചെയ്യണം എന്ന തീരുമാനമെടുക്കുന്നത്. പക്ഷേ ഈ സഭാ സമ്മേളനം തുടങ്ങിയിട്ട് ഇതുവരെയും LDFന്റെ നിയമസഭാ കക്ഷി യോഗം ഇതിൻ്റെ പേരിൽ ചേർന്നിട്ടില്ല. ഈ തർക്കത്തിൻ്റെ പേരിൽ ഫോണിലൊക്കെയാണ് ഇപ്പോൾ മാനേജ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ ഓരോ ദിവസവും രാവിലെ നമ്മൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ സഭ കൂടുന്ന ദിവസം അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും. കാരണം ഇന്ന് അത് കഴിഞ്ഞ് ആ നിയമസഭാ കക്ഷി യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ MLAമാരെ കണ്ടാൽ നമുക്കറിയാം ഇന്ന് എന്താണ് പ്രതിപക്ഷ ഈ സഭയിൽ സ്വീകരിക്കാൻ പോകുന്ന തന്ത്രങ്ങൾ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരം കൂടിയാലോചനകൾ പോലും ഇതിൻ്റെ പേരിൽ നടക്കുന്നില്ല എന്നുള്ള. ഇന്ന് ബിനോയ് വിശ്വം AKG സെൻറ്ററിലെ ബിനോയ് വിശ്വത്തെ വിളിച്ചു വരുത്തി MV ഗോവിന്ദൻ സംസാരിച്ചിട്ടുണ്ട്. CPMും കോംപ്രമൈസിന് ഈ വിഷയത്തിൽ തയ്യാറല്ല, നടക്കില്ല എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ ബിനോയ് വിശ്വത്തെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ള. ഇതിനകത്ത് CPIയും ഒരു പെടല് പെട്ടു. കാരണം പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നൊക്കെ CPI പറഞ്ഞു പോയിട്ടുണ്ട് പരസ്യമായിട്ട്. അതുകൊണ്ട് അവിടുന്ന് പിൻവാങ്ങാനും പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ബിനോയ് വിശ്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന വിഭാഗം ആ നേതാക്കൾ ഇപ്പോൾ ചെയ്യുന്ന പണി എന്താന്ന് പറഞ്ഞാൽ, ഇത് വാങ്ങിയെടുക്കേണ്ട ഉത്തരവാദിത്വം ബിനോയ് വിശ്വത്തിൻ്റെതാക്കി മാറ്റിയിട്ട് അദ്ദേഹത്തിന് മേൽ വലിയ സമ്മർദ്ദവും ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം CPIയും കടുംപിടുത്തത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് വിഷയം കൊണ്ടുപോകാം എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് മുന്നണി എന്ന നിലയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ CPIക്ക് അതിന് അർഹതപ്പെട്ടതുണ്ടോ എന്നതൊക്കെ പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ CPI എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആകെ ഉത്തരവാദിത്വം പിണറായി വിജയൻ്റെയും
MV ഗോവിന്ദൻ്റെയും തലയിൽ അവരങ്ങ് വെച്ചിട്ടുണ്ട്. അവർക്ക് സിറ്റിംഗ് സീറ്റുകൾ എത്ര നഷ്ടപ്പെട്ടു, അവിടെ സ്ഥാനാർത്ഥി നിർണയം പാളിയോ എന്നതിലൊക്കെ ഒരു ഇടതു പാർട്ടി എന്ന നിലയിലുള്ള സ്വയം വിമർശനം പോലും CPI നടത്തുന്നില്ല. എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ്റെ ഏകാധിപത്യ പ്രവണതയായിരുന്നു എന്ന് പറഞ്ഞു വെക്കുക എന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് അവർ ഇത്തരം പിടിവാശി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സൈക്കോളജിക്കൽ മൂവ് കൂടിയാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളാണ് ഈ രണ്ടാമത്തെ പാർട്ടി എന്ന് ഇങ്ങനെ ആവർത്തിച്ച് സ്ഥാപിക്കാൻ, അതുകൊണ്ട് തങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് പദവിക്ക് അർഹതയുണ്ട് എന്ന ഒരു വാശി പിടിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. CPM ഏതായാലും ഇതിൽ വഴങ്ങും എന്ന് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ് അതിനകത്തുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ മുന്നിൽ നിർത്തുമ്പോഴും അവർ നേരത്തെ VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിയപ്പോഴും അവിടെ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഈ ഫ്ലോർ മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പിണറായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയി വന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ഫ്ലോർ മാനേജ്മെന്റ് എന്നുള്ളത് പ്രധാനപ്പെട്ട കക്ഷി നടത്തുന്ന ഒരു രീതിയാണ് ഉള്ളത്. അവിടെ അവർക്ക് KN ബാലഗോപാലിനെ കൊണ്ട് അത് നടത്തിക്കണം, അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരണം KN ബാലഗോപാലിനെ എന്ന ഒരു തന്ത്രം കൂടി CPM-ന് ഉണ്ട്. അതുകൊണ്ടാണ് കൂടിയാണ് ഇത് CPI-ക്ക് വിട്ടുകൊടുക്കാതിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോയി പണി നോക്കാൻ ഏറ്റവും അവസാനം മിക്കവാറും CPM കുറച്ച് കടുപ്പിച്ചു പറയാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി ശരി അജിംസ്, അപ്പോൾ വെറുതെ ഒരു അനാവശ്യ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ പിടിവാശി പിടിക്കുകയാണോ CPI? അനാവശ്യ വിവാദം എന്നല്ല, CPI-യുടെ ഒരു ജനിതകമായ സ്വഭാവം തന്നെ ഇതാണ്. ഇത് CPI-ക്ക് ആ മുന്നണിയിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടാവണമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അവർക്ക് CPM-നെ പ്രശ്നത്തിലാക്കണം, CPM-നെ വിമർശിക്കണം. CPM കുഴപ്പക്കാരാണ്, ഞങ്ങളാണ് കുറെ കൂടി 916 കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ബോധ്യപ്പെടുത്തണം. അതിന് ഈ CPM-ലെ പാർട്ടി വിഭാഗീയതയുടെ കാലത്ത് അവരെപ്പോഴും എന്ത് ചെയ്യും, VS-ന്റെ ലൈനിനൊപ്പം നിൽക്കും. അപ്പോൾ എന്താണ്, ഞങ്ങൾ കുറച്ചുകൂടി നല്ല കമ്മ്യൂണിസ്റ്റുകളാണ്, ഇവരൊക്കെ വലതു വ്യതിയാനം വന്ന കമ്മ്യൂണിസ്റ്റുകളാണ്, പിണറായിയുടെ പക്ഷമൊക്കെ എന്ന ഒരു തോന്നലുണ്ടാക്കുമായിരുന്നു. VS അച്യുതാനന്ദ സർക്കാരിൻ്റെ കാലത്ത് കാനം രാജേന്ദ്രനൊക്കെ ആയിരുന്നു അതിൻ്റെ മുന്നണി പോരാളി, അദ്ദേഹം മരിച്ചുപോയി. തിരുത്തൽ ശക്തികളാണെന്ന് പ്രഖ്യാപിക്കും. പിന്നെ CPI-ക്കുള്ളൊരു അനാവശ്യമായി സമൂഹത്തിൽ കിട്ടുന്നൊരു പ്രിവിലേജ് അവർ ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ഓഡിറ്റ് ചെയ്യപ്പെടില്ല. ഇപ്പോൾ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് എല്ലാവരും ആഭ്യന്തര വകുപ്പ് കുഴപ്പമാണ്, പിണറായി കുഴപ്പമാണ്, ഇതൊക്കെ പറയും. CPI ഭരിച്ച വകുപ്പുകളെ പറ്റി എന്തെങ്കിലും പറയാറുണ്ട്? ഒന്നും മിണ്ടില്ല. കാരണം അവർ ഈ മലവെള്ളപ്പാച്ചിലിൽ അവരങ്ങ് തടി കഴിച്ചിലാക്കാണ് ചെയ്യുന്നത്. CPI അങ്ങനെ അത്ര ഫസ്റ്റ് പുള്ളികളൊന്നുമല്ല. ഒരു പാർട്ടി എന്ന നിലയിലും അവർ ഭരണപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും റവന്യൂ വകുപ്പ് അവരാണ് കൈകാര്യം ചെയ്യാറുള്ളത്. റവന്യൂ വകുപ്പിൽ നടന്നിട്ടുള്ള അട്ടിമറികൾ, നിഷാദിൻ്റെ നാട്ടിൽ ഒരു പൊന്തൻപുഴ വനം കേസുണ്ട്, സർക്കാർ നടത്തിയ കേസാണ്. ആ കേസ് തോറ്റുകൊടുത്തു എന്നാണ് ആക്ഷേപം. അന്ന് കാനഡായതിൻ്റെ നിലവിൽ വരുന്ന ആക്ഷേപമാണ്. അതിൻ്റെ പിന്നിൽ വൻ അഴിമതി നടന്നിട്ടുള്ള ആക്ഷേപം, ആരോപണമുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങി വലിയ തോതിൽ അട്ടിമറികൾ. മൂന്നാറിലും സൂര്യനെല്ലിയിലും അട്ടപ്പാടിയിലും ഒക്കെ പോയിട്ട്, മൂന്നാർ, നെല്ലിയാമ്പതി, അട്ടപ്പാടി ഇവിടെയൊക്കെ പോയിട്ട് CPI എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് സമൂഹത്തിലുള്ളൊരു ഇമേജ് എല്ലാം അവിടെ കിട്ടുക. കാരണം അവിടെ അവരാണ് ആധിപത്യം CPM-നേക്കാൾ. അവർ കളിക്കുന്ന കളികൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊരു പ്രശ്നം. മറ്റൊന്ന്, ഈ പ്രശ്നത്തിൽ, ഈ ഉപനേതൃ പദവി പ്രശ്നത്തിൽ അവർ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയാണ്. ശരിയാണ്, LDF-ന് കനത്ത തിരിച്ചടി, നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കനത്ത തിരിച്ചടി LDF-ന് ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ CPM ദുർബലമാണ്, അതുപോലെ CPI ദുർബലമാണ്. അപ്പോൾ ഈ തോൽവിക്ക് കാരണം CPM മാത്രമാണോ, പിണറായി വിജയൻ മാത്രമാണോ? ഇപ്പോൾ സാജു ചോദിച്ചല്ലോ, CPI-യുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? ഒന്നാലോചിക്കുക, തൃശ്ശൂർ പോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മണ്ഡലത്തിൽ, ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നൊരു സാഹിത്യകാരനെ കൊണ്ടുവന്ന് അവിടെ നിർത്തി. എന്തിനു വേണ്ടി? എന്ത് ചെയ്യാനാണ്? CPI-ക്ക് സാധ്യതയുള്ളൊരു സീറ്റാണത്. അവിടെ ഭാഗ്യത്തിന് കോൺഗ്രസ് ജയിച്ചു എന്നുള്ളത് ശരിയാണ്. തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി CPI-യുടെ VS സുനിൽകുമാർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന സമയത്താണ് അതിൻ്റെ എപ്പിസെൻ്റർ ആയിട്ടുള്ള തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഒരു രാഷ്ട്രീയക്കാരനെ അല്ലാത്ത ആലങ്കോട് ലീലാകൃഷ്ണൻ നിർത്തുന്നത്. എന്തിനു വേണ്ടിയെന്ന് ആരെങ്കിലും ചോദിച്ചോ? അവർ ഓഡിറ്റ് ചെയ്യപ്പെട്ടോ? ഇല്ല. ഇനി ഉപനേതൃ പദവി സ്ഥാനം ആഗ്രഹിക്കുമ്പോൾ ഇപ്പോൾ KN ബാലഗോപാലാണ് സെക്കൻഡ്. KN ബാലഗോപാലിനെ മുന്നിൽ നിർത്തി വേണം പ്രതിപക്ഷം മുന്നോട്ട് പോകാൻ എന്ന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. അതിൻ്റെ ഒരു കാരണം, മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത് ധനവകുപ്പാണ്. ഒരു പക്ഷേ ഈ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ഓഡിറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വകുപ്പ് ധനവകുപ്പായിരിക്കും. അവിടെ പിണറായി വിജയൻ മാത്രം പോരാ. അവിടെ മുൻ ധനമന്ത്രിയായ KN ബാലഗോപാൽ പ്രതിപക്ഷ നിലയിൽ രണ്ടാമനായി തന്നെ വേണം. ആ വകുപ്പ് ഓഡിറ്റ് ചെയ്യപ്പെടണം. അതായിരിക്കും ആദ്യം ഓഡിറ്റ് ചെയ്യപ്പെടുന്ന വകുപ്പ്. ഞാൻ പറയട്ടെ, ധവളപത്രം പുറത്തു വരുന്നു, ഇനി ബജറ്റ് വരുന്നു. ഈ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണി ബജറ്റിനെ ഓഡിറ്റ് ചെയ്യലും ഈ ധവളപത്രത്തിൽ മറുപടി പറയലുമാണ്. അത് പിണറായി വിജയൻ ഒറ്റയ്ക്ക് സാധിക്കില്ല, KN ബാലഗോപാൽ വേണം. KN ബാലഗോപാൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടേ നേടാൻ കഴിയും. മറ്റൊന്ന്, പിണറായി വിജയൻ പ്രായമായ മനുഷ്യനാണ്, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പൂർണ്ണമായി അദ്ദേഹത്തിന് ഫോക്കസ് ചെയ്യാനോ സഭയിൽ തന്നെ ദിവസം ഹാജരാവാനോ കഴിഞ്ഞെന്ന് വരില്ല. അവിടെ ഈ K. രാജൻ വരിക എന്ന് പറഞ്ഞാൽ
അതിനർത്ഥം പിന്നെ പ്രതിപക്ഷത്തിന്റെ മുഖം കെ രാജനായി മാറുകയാണ്. CPM അവിടെ പിന്നെ ഒരു റോളും ഉണ്ടാവില്ല. അത് ആ മുന്നണിക്ക് നല്ലതല്ല. ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ CPM തന്നെ ആ നേതൃസ്ഥാനം നിൽക്കുകയാണ് നല്ലത്. CPI ഇപ്പോൾ നടത്തുന്നത് അവർ പരമ്പരാഗതമായി ചെയ്തു വരുന്ന പോലെ CPM-നെ പ്രതിസന്ധിയിലാക്കുക, ചലഞ്ച് ചെയ്യുക തുടങ്ങിയവരുടെ സാമ്പ്രദായികമായ ടാക്ടിക്സ് ആണ്. അത് വിലപ്പോവില്ല. ഞാൻ പറയുന്നു, ഇവരും CPM എല്ലാം അതിൽ നിന്ന് പിൻവാങ്ങാനാണ് സാധ്യത. യെസ്, അപ്പോൾ പിന്നെ റാവു എന്താണ് ഇങ്ങനെ കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് വെറുതെ പിടിവാശി പിടിക്കുന്നത് CPI? അല്ല, CPI അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ആവശ്യം ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം CPIക്ക് ഉണ്ടല്ലോ. കിട്ടില്ലെന്ന് പറയായിരിക്കും. അത് തീരുമാനം എടുക്കേണ്ട CPIM ആണ്. ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് കൊടുത്തേക്കാം എന്ന് വിചാരിക്കുക, അങ്ങനെ ആലോചിക്കുന്നു CPM. ഇപ്പോൾ അത് പറ്റുമോ? കാരണം CPIM-നെ സംബന്ധിച്ച് അവർ നേതൃത്വം കൊടുക്കുന്ന മുന്നണി ദുർബലപ്പെട്ടിരിക്കുന്നു, അവർ ദുർബലപ്പെട്ടിരിക്കുന്നു. വീക്കായി നിൽക്കുമ്പോൾ ചിലത് ചോദിച്ചു വാങ്ങിച്ച് കളയാം എന്നാണെങ്കിൽ CPM-ന് സമ്മതിക്കാൻ പറ്റുമോ? അവർ പവർഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഒരു കാര്യം ചോദിച്ചു, ശരി CPIക്ക് കൊടുത്തേക്കാം. ഇപ്പോൾ CPM കുറച്ച് ദുർബലമാണ്, അപ്പോൾ CPM-ൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വിരട്ടി മേടിക്കാം എന്നാണെങ്കിൽ അതിപ്പോൾ വേണ്ടെന്ന് ആ പാർട്ടി ആലോചിക്കത്തില്ലേ? അവർക്ക് 26 സീറ്റുണ്ട്, നിങ്ങൾക്ക് 8 സീറ്റേ ഉള്ളൂ. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളും ദുർബലപ്പെട്ടു. അപ്പോൾ ഈ തോറ്റത് CPM ആണ്, തോറ്റത് പിണറായി വിജയനാണ്. അപ്പോൾ പിണറായി വിജയനെ കൊണ്ട് ഇനി നടക്കത്തില്ല, കൂട്ടിയാൽ കൂടത്തില്ല, ഞങ്ങളെ ഇനി പറ്റൂ, ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വീക്കായ സമയത്ത് കുഴിക്കാൻ വരികയാണെന്നുള്ളതായിരിക്കില്ലേ CPM-ന്റെ മനസ്സിലെ ആലോചന? അത് നടക്കില്ലെന്നല്ലേ അവർ പറയുക. അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണ്? CPI എന്ന് പറയുന്ന പാർട്ടിയെ നിലനിർത്തുന്നതിൽ പങ്കുവഹിക്കുന്ന പാർട്ടിയാണ് CPIM. അതിനെവിടെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായി ഈ സമൂഹ മണ്ഡലത്തിൽ നിലനിർത്തുന്നതിൽ, അതിനെ ഒരു തെരഞ്ഞെടുപ്പ് ശക്തിയാക്കി മാറ്റുന്നതിൽ, അതിനെ MLA-മാരെ ഉണ്ടാക്കുന്നതിലെല്ലാം ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന പാർട്ടി, പങ്കുവഹിക്കുന്ന പാർട്ടിയാണ് CPIM. അപ്പോൾ CPIM-നോട് CPI കോർക്കുന്നതിന് എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അവർക്ക് എല്ലായ്പ്പോഴും മാന്യമായ സീറ്റുകൾ അനുവദിക്കുന്നു, ലോക്സഭയിലും നിയമസഭയിലും അനുവദിക്കുന്നു, പദവികൾ അനുവദിക്കുന്നു. ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ആരാണ്? CPM ആണ്. അപ്പോൾ CPIക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് CPIക്ക് ഇതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും എന്നതാണ് നമ്മൾ ഈ സമീപകാലത്ത് കണ്ട സംഗതികൾ. ഇപ്പോൾ പൊന്നമ്പുഴ വനത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പൊന്നമ്പുഴ വനവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായതിനു ശേഷം ഉറക്കെ സംസാരിക്കുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറിമാരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് CPI കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞാണ്, ഒന്നൊരു കീഴ്വഴക്കമില്ല. രണ്ടാമത്തത് KN ബാലഗോപാലിനെ പോലെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു നേതാവിനെ CPIM-ന് ആവശ്യമുണ്ട്. KN ബാലഗോപാലിൻ്റെ പ്രത്യേക അദ്ദേഹം ഹേറ്റേഴ്സ് ഇല്ലാത്ത ആൾ കൂടിയാണ്. അദ്ദേഹത്തിന് അങ്ങനെയല്ലേ, അതൊരു മോശക്കാരനാണെന്നുള്ള അഭിപ്രായം ആർക്കുമില്ല. 5 വർഷക്കാലം ധനമന്ത്രി എന്ന നിലയ്ക്ക് പല വിധത്തിലുള്ള പരിമിതികൾ ഉണ്ടായിട്ട് കൂടി സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക മേഖലയെ നന്നായി റൺ ചെയ്ത ആളാണ് അദ്ദേഹം. വലിയ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയപ്പോഴും കൊല്ലത്ത് അദ്ദേഹം വിജയിച്ച ആളാണ് എന്ന് മാത്രവുമല്ല, സാമ്പത്തിക മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം വളരെ പക്വമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞല്ലോ, റെയിൽ കൊണ്ടുവരണമെന്നാണ്, സ്പീഡ് റെയിൽ വേണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. നിങ്ങൾ വേണമെങ്കിൽ പിങ്ക് കളറോ പച്ച കളറോ മഞ്ഞ കളറോ ഏതെങ്കിലും കളർ മാറ്റിക്കോ, മഞ്ഞ കളറാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, പക്ഷേ ഇത് വേണം. അപ്പോൾ ആ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും അവ ഫയർ ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് പ്രധാന കാര്യമാണ്. സോ പിണറായി വിജയനെ അസിസ്റ്റ് ചെയ്യാൻ അദ്ദേഹം അവിടെ ആവശ്യമുണ്ട് എന്നത് തന്നെ. രണ്ടാമത് അങ്ങനെ CPIക്ക് ഉപനേതാവ് സ്ഥാനം കൊടുത്ത പാരമ്പര്യമൊന്നും CPIM-നില്ല, അങ്ങനെ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുമില്ല. അപ്പോൾ CPM ദുർബലമാണ് എന്നൊരു നാരേറ്റീവ് സൃഷ്ടിക്കുക, എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോയി സഹായിച്ചാലേ പറ്റൂ എന്ന് പറയാം. തൃശ്ശൂരിലെ കാര്യം പറഞ്ഞല്ലോ, ചാത്തന്നൂരിൽ എന്തായിരുന്നു സംഭവം? BJP ജയിച്ച ചാത്തന്നൂരിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട വിവാദം എന്തായിരുന്നു? ഇതിനൊന്നും മറുപടി പറയാതിരിക്കുക, ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയും CPM-നെ ആകമാനം ദുർബലപ്പെടുത്തിയ ഒരു സ്ഥലത്ത് പൊസിഷൻ ചെയ്തിട്ട് ഞങ്ങൾ സഹായിച്ചാലേ ഇനി ഇത് മുന്നോട്ട് പോകുന്നുള്ള ഒരു സംഗതി സൃഷ്ടിക്കുകയല്ലേ. സോ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതാണ് CPIക്ക് നല്ലത്. അത് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല, പിന്നോട്ട് പോകേണ്ടി വരും. ഇന്നിപ്പോൾ ബിനോയ് വിശ്വം പോയി കണ്ടു, നടക്കില്ല എന്നാണ് CPM അറിയിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് സംസ്ഥാന കൗൺസിലിനെ അറിയിക്കേണ്ടി വരും. അതിനകത്ത് നേരത്തെ സാജു പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇത് കിട്ടാൻ പോകുന്നില്ല എന്ന് CPIയുടെ സംസ്ഥാന കൗൺസിലിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് കിട്ടാൻ വേണ്ടി ആരെ സമ്മർദ്ദം ചെലുത്തുകയാണ്? ബിനോയ് വിശ്വത്തെ സമ്മർദ്ദം ചെലുത്തുകയാണ്. ബിനോയ് വിശ്വം സമ്പൂർണ്ണമായും CPIM-ന്റെ ഭരണ നയത്തിനും കീഴ്പ്പെട്ട് കഴിഞ്ഞ ആളാണ്, കോംപ്രമൈസ് മൂഡിലാണ് എന്ന് പറയാം. അദ്ദേഹം എന്നിട്ട് വളരെ കാൽപ്പനികമായ കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു സെക്രട്ടറിയായി മാറിയിരിക്കുന്നു എന്ന അഭിപ്രായം CPIക്കകത്തുണ്ട്. അങ്ങനെ ജനുവിന് വിമർശനമുണ്ട്, അതിനകത്തുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ വിമർശനമുണ്ട്. അതിൻ്റെ അടിയാണ് ഒരു വശത്ത്. ആ സമ്മർദ്ദം പരമാവധി ആർക്ക് കൊടുക്കുകയാണ്? ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഇദ്ദേഹം ആ സമ്മർദ്ദമായിട്ട് AK സെൻറ്ററിൽ ചെല്ലും, അവർ സമ്മതിക്കാനും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് CPM-നെ സംബന്ധിച്ച് ഏതെങ്കിലും നിലയ്ക്ക് അനുഭാവത്തോടെ പരിഗണിക്കേണ്ട ഒരു ആവശ്യമാണ് CPI മുന്നോട്ട് വെക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോഴും ആ ലെയർ കീപ്പ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ CPIM-നകത്ത് തന്നെ ഉണ്ട്. KN ബാലഗോപാലിനെ പോലെ ഒരാളെ എടുത്ത് ബാക്ക് ബെഞ്ചിലേക്ക് മാറ്റിയിട്ട് പകരം ഒരാളെ വെക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ K രാജനായിരിക്കും ഒരു പക്ഷേ വന്നാൽ ഉപനേതാവ്. രാജൻ മോശക്കാരാണെന്ന് ഞാൻ എവിടെയും പറയില്ല. അദ്ദേഹം നല്ല പെർഫോമർ ആയിരുന്നു, അദ്ദേഹം ഇത്തവണ ജയിച്ചു വന്ന ആളാണ്, വലിയ സ്വീകാര്യതയുള്ള CPI-യിലെ ഒരു നേതാവും ഒക്കെയാണ്. അതൊക്കെ സമ്മതിക്കേണ്ട കാര്യമാണ്. രാജൻ ഒരു ഫൈറ്ററായിട്ട് മുന്നിൽ വരുന്നത് തെറ്റല്ല. പക്ഷേ CPM-നെ സംബന്ധിച്ച് അവർ അത്രയും കോംപ്രമൈസ് CPIക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് കേട്ടോ, CPIക്ക് വേണ്ടി എല്ലായ്പ്പോഴും കോംപ്രമൈസ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPM. നമ്മൾ ഇത്തരം തർക്കങ്ങളുടെ കാര്യം മാറ്റി നിർത്തിയാൽ ഇലക്ട്രൽ പൊളിറ്റിക്സ് എടുക്കുമ്പോഴും സീറ്റ് വീതം വെക്കുമ്പോഴും വിജയിപ്പിക്കുമ്പോഴും മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോഴും ലോക്സഭാ സീറ്റ് കൊടുക്കുമ്പോഴും എല്ലാം രാജ്യസഭാ സീറ്റ് കൊടുക്കുമ്പോഴും എല്ലാം
CPIയെ നിലനിർത്താൻ വേണ്ടി വളരെ വിശാലമായ കോംപ്രമൈസ് എടുക്കുന്ന പാർട്ടിയാണ് CPIM. അതിന് നേതാവ് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ. അതുകൊണ്ട് CPIയോടൊന്ന് ദ്രോഹം ചെയ്യുന്നുള്ളതല്ല, മൊത്തത്തിൽ നാം പരിശോധിച്ചാൽ CPIക്ക് ആനുകൂല്യമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അവർ ഇത്തവണ പിൻവാങ്ങുന്നതാണ് നല്ലത് അവർക്ക്. ശരി ശരി, എന്തായാലും പിൻവാങ്ങുമോ എന്നാണ് അറിയേണ്ടത്. പക്ഷേ ഭരണപക്ഷത്തുള്ളതിനേക്കാൾ പ്രതിപക്ഷത്തുള്ളപ്പോൾ CPIക്ക് വാശി കൂടും. ആ വാശിക്ക് ഇതുവരെ വഴങ്ങാതിരുന്ന CPM പ്രതിപക്ഷത്തുള്ളപ്പോൾ ആ വാശിക്ക് മുന്നിൽ വഴങ്ങുമോ എന്നാണ് അറിയേണ്ടത്.